ഈ വീഡിയോയിൽ ഫോക്കസ് ചെയ്യുന്നത് ഗ്രാഫിനെ കുറിച്ചാണ്. ഗ്രാഫ് എന്ന് പറയുന്നത് ഒരു നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ ആണ്. അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത് നോഡ് അല്ലെങ്കിൽ വെർട്ടെക്സ്. അതേപോലെ ഈ നോഡിനെ കണക്ട് ചെയ്യാൻ രണ്ട് നോഡ് അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ നോഡിനെ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത ഒരാളാണ് എഡ്ജ്. ലിങ്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആളാണ് എഡ്ജ്. നമ്മൾ നോഡിനെ വെർട്ടെക്സ് ആയിട്ടും പറയും. ഇപ്പൊ വെർട്ടെക്സ് അല്ലെങ്കിൽ നോഡ് എന്ന് പറയുമ്പോൾ ഒരു പോയിന്റ് അല്ലെങ്കിൽ ഒരു ഡേറ്റ എലമെന്റ്, അതായിരിക്കും നോഡ്. എക്സാമ്പിൾ എടുക്കുന്നെങ്കിൽ എ ഇതൊരു പോയിന്റ് ആണ്, ബി ഇതാ അടുത്തൊരു പോയിന്റ് ആണ്. ഈ രണ്ട് നോഡ് തമ്മിൽ ഒരു കണക്ഷൻ അല്ലെങ്കിൽ ലിങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ പറയുന്നതാണ് എഡ്ജസ്, മീൻസ് എഡ്ജ്. ഇത് നമ്മൾ വെർട്ടെക്സ് അല്ലെങ്കിൽ നോഡ് എന്ന് പറയും. അപ്പൊ ഗ്രാഫ് സിമ്പിൾ ആയിട്ട് പറയുന്നെങ്കിൽ കണക്ഷൻസ്, ഒബ്ജക്റ്റിന്റെ കണക്ഷൻസ് അല്ലെങ്കിൽ അതിന്റെ റിലേഷൻഷിപ്പ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഗ്രാഫ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതിനകത്ത് കുറച്ച് ടൈപ്പ് ഗ്രാഫ് ഉണ്ട്. ഡയറക്റ്റഡ് ഗ്രാഫ് ഉണ്ട്, അൺഡയറക്റ്റഡ് ഗ്രാഫ് ഉണ്ട്, വെയ്റ്റഡ് ഗ്രാഫ് ഉണ്ട്, സൈക്ലിക് ഗ്രാഫ് ഉണ്ട്, അൺവെയ്റ്റഡ് ഗ്രാഫ് ഉണ്ട്. അങ്ങനെ കുറച്ച് ടൈപ്സ് ഉണ്ട്. നമുക്ക് കുറച്ചും കൂടി മനസ്സിലാവുന്ന ഭാഷ എടുക്കുന്നെങ്കിൽ, മീൻസ് ആ ലാംഗ്വേജ് എടുക്കുന്ന ലാംഗ്വേജിലെ ആ ഒരു കൺസെപ്റ്റ് പറയുന്നെങ്കിൽ, നമ്മൾ ഈ സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക്, ഇപ്പൊ സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക് എടുക്കാൻ നേരത്ത് അമല്, അനശ്വര, ഗോപിക, അർഷാദ്, ഗായത്രി. അമലിന് ആരുമായിട്ട് കണക്ഷൻ ഉണ്ട്? അനശ്വരയായിട്ട് കണക്ഷൻ ഉണ്ട്, ഗോപികയായിട്ട് കണക്ഷൻ ഉണ്ട്. അതേപോലെ അനശ്വരയ്ക്ക് തിരിച്ച് അമലുമായിട്ട് കണക്ഷൻ ഉണ്ട്, ഗോപികയായിട്ട് കണക്ഷൻ ഉണ്ട്. അതേപോലെ ഗോപികയ്ക്ക് അനശ്വരയായിട്ട് കണക്ഷൻ ഉണ്ട്, അമലുമായിട്ട് കണക്ഷൻ ഉണ്ട്. അതേപോലെ ഗായത്രിയായിട്ട് കണക്ഷൻ ഉണ്ട്. അതേപോലെ ഗായത്രിക്ക് അർഷദായിട്ട് കണക്ഷൻ ഉണ്ട്, ഗോപികയായിട്ട് കണക്ഷൻ ഉണ്ട്. അർഷദിന് അതേപോലെ അനശ്വരയായിട്ടും ഗായത്രിയായിട്ടും. ഇത് നെറ്റ്വർക്കാണ്. സോ എന്ത് ചെയ്യാം? അമലിനെ ആരുമായിട്ട് കണക്ട് ചെയ്യാം? ഗായത്രിയുമായിട്ട് കണക്ട് ചെയ്യാനും പറ്റും, അർഷദുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമൽ ആരെയൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്? അനശ്വരയെ ഫോളോ ചെയ്യുന്നുണ്ട്, അതേപോലെ ഗോപികേനെ ഫോളോ ചെയ്യുന്നുണ്ട്. അനശ്വര ആരെ ഫോളോ ചെയ്യുന്നുണ്ട്? അർഷനെ ഫോളോ ചെയ്യുന്നുണ്ട്. അതേപോലെ ഗോപിക ആരാ ഫോളോ ചെയ്യുന്നുണ്ട്? ഗായത്രിയെ. സോ എന്താണ്? സോ അർഷദ്, ഗായത്രി അത് അമലിന്റെ മ്യൂച്വൽ ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ സജഷൻ ഫ്രണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ കോമൺ നെയ്ബറും ആയിരിക്കാം, അടുത്ത് വരുന്ന ആൾക്കാർ. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നമ്മൾ സജഷൻസ് ഒക്കെ വരുന്നത് ഇങ്ങനെയാണ്. കോമൺ ആയിട്ട് ഉള്ള ഫ്രണ്ട്സിനെ ചെക്ക് ചെയ്യുന്നതൊക്കെ ഇങ്ങനെ ഒരു ഗ്രാഫ് യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പൊ അതിനകത്ത് കുറച്ച് ടൈപ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഡയറക്റ്റഡ് ഗ്രാഫ് എന്ന് പറഞ്ഞു. ഡയറക്റ്റഡ് ഗ്രാഫ് എന്ന് പറയാൻ നേരത്ത് ഒരു ഡയറക്ഷൻ കാണും. ഇവിടെ അമല്, അനശ്വര, ഇവിടെ ഞാൻ ഒരു ആരോ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് ഡയറക്ഷൻ ഉണ്ട്. അമൽ അനശ്വരയെ ഫോളോ ചെയ്യുന്നുണ്ട്, പക്ഷേ അനശ്വര അമലിനെ ഫോളോ ചെയ്യണമെന്ന് നിർബന്ധമില്ല. അപ്പൊ ഇതിനെയൊക്കെയാണ് ഡയറക്റ്റഡ് ഗ്രാഫ് എന്ന് പറയുന്നത്. ഒറ്റ ഡയറക്ഷനിൽ മാത്രമേ അവർക്ക് എന്നുള്ള ട്രാവൽ ഉള്ളൂ. ഒരു ഡയറക്ഷൻ കാണും, അതിനെയാണ് ഡയറക്റ്റഡ് ഗ്രാഫ് എന്ന് പറയുന്നത്. അൺഡയറക്ഷൻ ഗ്രാഫ് എന്ന് പറയുമ്പോൾ ഈ ഗ്രാഫാണ് അൺഡയറക്ഷൻ ഗ്രാഫ്. അപ്പൊ രണ്ട് സൈഡിൽ എന്തുണ്ട്? കണക്ഷൻസ് ഉണ്ട്. ഡയറക്ഷൻ സ്പെസിഫൈ ചെയ്യില്ല, ടു വേ റോഡ് പോലെയാണ്. ഡയറക്റ്റ് ഗ്രാഫ് എന്ന് പറയുമ്പോൾ ഒരു വൺ വേ റോഡും, അൺഡയറക്റ്റ് ഗ്രാഫ് എന്ന് പറയുമ്പോൾ ടു വേ റോഡ് പോലെയാണ്. പിന്നെ ഉള്ളത് വെയ്റ്റഡ് ഗ്രാഫ് ആണ്. വെയ്റ്റഡ് ഗ്രാഫ് എന്ന് പറയാൻ നേരത്ത് ഓരോ ഗ്രാഫിനും അതിൻ്റെതായിട്ടുള്ള ദൂരം കാണും. ഒരു പേര് സിമ്പിൾ ആയിട്ട് എടുക്കണമെങ്കിൽ ഇത് എടുക്കണ്ട. നമ്മൾ മാപ്പിന്റെ കേസ്, അല്ലെങ്കിൽ മാപ്പിന്റെ നമ്മൾ ട്രാവലിന്റെ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ, എനിക്കിപ്പോ ആറ്റിങ്ങേല്, കൊല്ലം, കൊച്ചി, കണ്ണൂർ, ഓക്കെ, 10, 5, 2. അപ്പൊ ഇവിടെ എടുക്കാൻ നേരത്ത് എനിക്ക് ഇതിന്റെ ഷോർട്ട് ആയിട്ടുള്ള പാത്ത് കണ്ടുപിടിക്കണം. ഏറ്റവും ചുരുങ്ങിയ ഒരു പാത്ത് കണ്ടുപിടിക്കണം. ഞാൻ ഇപ്പൊ തൽക്കാലം ഒരു എക്സ് എന്ന് പറഞ്ഞ് എടുക്കുകയാണ്. 8 എന്ന് എടുക്കുന്നു, ഇങ്ങനെയും കൊടുക്കുകയാണ്. 11 ഇടുന്നു. അപ്പൊ എനിക്കിപ്പോ കണ്ണൂരിലോട്ട് എത്തണമെങ്കിൽ, ആറ്റിങ്ങിൽ നിന്ന് കണ്ണൂരിലോട്ട് എത്തണമെങ്കിൽ എനിക്ക് രണ്ട് പാത്ത് ഉണ്ട്. എന്ത് ചെയ്യാം? ഒന്ന് കൊല്ലം ടച്ച് ചെയ്ത്
വേറൊരു പ്ലേസ് ടച്ച് ചെയ്ത് കണ്ണൂര് വരാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം നേരെ കൊച്ചി ടച്ച് ചെയ്ത് കണ്ണൂര് വരാം. ഇവിടെ നോക്കാന്നുള്ളത് നോക്ക്. ഇവിടെ 10, 8 വീണ്ടും 10. ടോട്ടൽ എത്ര ഞാൻ കവർ ചെയ്യണം? 28 കവർ ചെയ്യണം. ഇവിടെ വരാൻ നേരത്ത് 7 മാത്രം കവർ ചെയ്താൽ മതി. സിമ്പിൾ ആയിട്ട് പറയണമെങ്കിൽ ഓരോ എഡ്ജിന്റെ പുറത്തും ഒരു വെയിറ്റ് കാണും, ഒരു വാല്യൂ കാണും. ആ വാല്യൂ റെപ്രസെന്റ് ചെയ്യണം ഒന്നില്ലെങ്കിൽ ഡിസ്റ്റൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ടൈം ആയിരിക്കാം, അല്ലെങ്കിൽ കോസ്റ്റ് ആയിരിക്കാം. എന്തെങ്കിലും ഒരു റിലേഷൻ, ഒരു ഈ രണ്ട് നോഡ് തമ്മിലുള്ള റിലേറ്റഡ് ആയിട്ടുള്ള വാല്യൂസ് ആയിരിക്കും എപ്പോഴും വെയിറ്റഡ് ആയിട്ട് വരുന്നത്. അൺവെയ്റ്റഡ് ഗ്രാഫ് എന്ന് പറയാൻ നേരത്ത് ജസ്റ്റ് എന്ത് ചെയ്യത്തില്ല, വാല്യൂസ് ഒന്നും കാണത്തില്ല. പിന്നെ സൈക്ലിക് ഗ്രാഫ് എന്ന് പറയാൻ നേരത്ത് ഒരു ലൂപ്പ് കണക്ക്. ഇപ്പൊ ഇവിടെ വരാൻ നേരത്ത് അമല്, അനശ്വര, ഗോപിക ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. ഓക്കെ. പിന്നെ ഡേറ്റ സ്ട്രക്ചറിൽ നമ്മൾ ഗ്രാഫ് റെപ്രസെന്റ് ചെയ്യുന്നത് ഒന്ന് അഡ്ജസന്റ് മെട്രിക്സിന്റെ രൂപത്തിലും 2 അഡ്ജസന്റ് ലിസ്റ്റിന്റെ രൂപത്തിലുമാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. പിന്നെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഗ്രാഫ് ട്രാവേഴ്സ് അൽഗോരിതം എന്ന് പറയുന്നത് ഒന്ന് BFS, ബർത്ത് ഫസ്റ്റ് സെർച്ചും, പിന്നെ യൂസ് ചെയ്യുന്നത് DFS, ഡെപ്ത് ഫസ്റ്റ് സെർച്ചുമാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഗ്രാഫിന്റെ ആപ്ലിക്കേഷൻസ് പറയാൻ നേരത്ത് സോഷ്യൽ നെറ്റ്വർക്കിന്റെ അകത്ത് നമ്മൾ ഗ്രാഫ് യൂസ് ചെയ്യും. ഫ്രണ്ട്സ്, ഫോളോവേഴ്സ്, സജഷൻ അതിനുവേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ മാപ്പ് ആൻഡ് GPS അതിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ വെബ് ക്രോളിംഗ്, നമ്മളെ വെബിൽ നിന്ന് ഡീറ്റെയിൽസ് എടുക്കുന്നത്. പിന്നെ നെറ്റ്വർക്കിംഗ്, റൗട്ടർ കണക്ഷൻസ് അതിലൊക്കെ. പിന്നെ AI പാത്ത് ഫൈൻഡിങ്, ഗെയിം, റോബോട്ടിക് മൂവ്മെന്റ്സ്, പിന്നെ ഷെഡ്യൂളിംഗ്, പിന്നെ റെക്കമെൻഡേഷൻ സിസ്റ്റം. ഇതിലൊക്കെ നമ്മൾ കൂടുതലും ഗ്രാഫ് യൂസ് ചെയ്തിട്ടാണ് ഡേറ്റാസ് പ്രസന്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് ഇൻസ്റ്റാഗ്രാമില് ഒരു ചെറിയൊരു ആപ്ലിക്കേഷൻ ചെയ്ത് നോക്കാം. ഒരു കോമൺ നൈബർ ഫൈൻഡിങ് അല്ലെങ്കിൽ കോമൺ നൈബർ അൽഗോരിതം. സിമ്പിൾ ആയിട്ട് പറയണമെങ്കിൽ ഫ്രണ്ട്സ് സജഷൻ ചെയ്യുക. നമ്മളെപ്പോഴും ഇൻസ്റ്റാഗ്രാമിൽ കയറാൻ നേരത്ത് ഒരു ഫ്രണ്ടിനെ, ഒരാളെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സജഷൻസ് തൊട്ട് കാണിക്കത്തില്ലേ? അതിന്റെ ഒരു സിമ്പിൾ വെർഷൻ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പൊ അതിനുവേണ്ടി ഞാൻ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വേരിയബിൾ ഒരു ഡിക്ഷണറി ആണ്. ഡിക്ഷണറി എന്ന് പറയാൻ നേരത്ത് കർലി ബ്രേസ് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക. അങ്ങനെയാണ് ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യുന്നത്. ഡിക്ഷണറി വരാൻ നേരത്ത് അതിൻ്റെ അകത്തൊരു കീ കാണും, അതേപോലെ ഒരു വാല്യൂയും കാണും. കീയും കാണും, അതിന്റെ കറസ്പോണ്ടിങ് വാല്യൂസും കാണും. ഇവിടെ കീയുടെ അവിടെ ഓരോ യൂസറിന്റെ പേര്, അതിന്റെ വാല്യൂസ് എന്ന് പറയുമ്പോൾ സെറ്റ് ആണ്, ഡിക്ഷണറി അല്ല, സെറ്റ് ആണ്. സെറ്റിന്റെ അകത്ത് അവര് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. ഈ ഒരു പിക്ചർ വെച്ചിട്ട് ഡിറൈവ് ചെയ്തെടുത്ത വേരിയബിൾ ആണ്. ഇപ്പൊ അമലിന്റെ കേസിന്റെ അകത്ത് അമൽ ആരെയൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്? അനശ്വരയും ഗോപികയും. അമല്, അനശ്വര, ഗോപിക. അതേപോലെ അനശ്വര എടുക്കാൻ നേരത്ത് ആരെയൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്? അമല്, ഗോപിക, അഷ്ടാവി. അമല്, ഗോപിക, അഷ്ടാവി. ഓക്കെ. ഇപ്പൊ നമ്മളോട് ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഡിക്ഷണറിയിലെ ഓരോ കീ വാല്യൂ സെറ്റ് വെച്ചാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ. എന്നിട്ട് ഞാൻ അവിടെ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഫംഗ്ഷന്റെ പേര് ഫ്രണ്ട് സജഷൻ എന്ന് പറഞ്ഞാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ അകത്ത് 2 പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ 2 ആർഗ്യുമെന്റ് ആണ് പാസ് ചെയ്തിട്ടുള്ളത്. ഒന്ന് ഗ്രാഫും, ഞാൻ അവിടെ ക്രിയേറ്റ് ചെയ്ത ഗ്രാഫും, അതേപോലെ യൂസർ. ഓക്കെ. അപ്പൊ നമ്മൾ സജഷൻ ആണ് നോക്കാൻ പോകുന്നത്. അപ്പൊ അമലിന് ആരെയൊക്കെ സജഷൻ ആയിട്ട് വരും? അപ്പൊ അമൽ ആരെയൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്? അമല് അനശ്വരനെയും ഗോപികേനെയും ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോ ആരൊക്കെ അമലിന് ഫ്രണ്ട് സജഷൻ ലിസ്റ്റിൽ വരും? അതാണ് നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ പാസ് റിമൂവ് ചെയ്ത് കളയാണ്. എന്നിട്ടൊരു empty ഡിക്ഷണറി ഞാൻ ക്രിയേറ്റ് ചെയ്യണം. അതിന്റെ പേര് ഞാൻ സജഷൻസ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ഒരു empty ഡിക്ഷണറി ആണ്. എന്നിട്ട് ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് എഴുതുന്നു. പ്രിന്റ് സ്റ്റേറ്റ്മെന്റിന്റെ അകത്ത് ഒരു ഹെഡിങ് പോലെ സ്ട്രിംഗ് ടെംപ്ലേറ്റിന്റെ അകത്ത് ഫ്രണ്ട് സജഷൻ ഫോർ യൂസർ, ഒരു കോമയും താഴെ വരാൻ വേണ്ടി ഒരു സ്ലാഷ്. ഇവിടെ യൂസറിന്റെ വാല്യൂ ഏതാണ് ഇരിക്കുന്നത്? അമൽ. അപ്പൊ ഫ്രണ്ട് സജഷൻ ഫോർ അമൽ, അമലിനെ ആരെയൊക്കെയാണ് സജഷൻ ചെയ്യുന്നത് ആണ് വരുന്നത്. ഇനി ഞാൻ ഒരു ലൂപ്പ് ക്രിയേറ്റ് ചെയ്യണം. ആ ലൂപ്പ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ
ഈ ഗ്രാഫിൽ ഇരിക്കുന്ന ഓരോ യൂസറിനെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി. ഇപ്പൊ ഞാനൊരു ലൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ആ ലൂപ്പിന്റെ മെയിൻ പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാവേഴ്സൽ ചെയ്യുക. ഓരോ ഗ്രാഫിൽ ഇരിക്കുന്ന മെമ്പേഴ്സിനെ ട്രാവേഴ്സൽ ചെയ്യുക. അപ്പൊ അതിനുവേണ്ടി ഞങ്ങളുടെ ഫോർ ലൂപ്പാണ് യൂസ് ചെയ്യുന്നത്. ഫോർ ഞാൻ അതർ എന്നും പറഞ്ഞൊരു ഐട്രേഷൻ വേരിയബിൾ ഇൻ ഗ്രാഫ്. അപ്പൊ ഗ്രാഫ് എന്ന് പറയുമ്പോൾ എന്താണ്? ഡിക്ഷണറി ആണ്. അപ്പൊ ഫോർ യൂസ് ചെയ്യാൻ നേരത്ത് ഓരോ തവണ ഈ ഐട്രേഷൻ വേരിയബിളിന്റെ അകത്ത് ഈ ഗ്രാഫിന്റെ ഓരോ കീ ആയിരിക്കും പാസ് ചെയ്യുന്നത്. അമല്, അനശ്വര, ഗോപിക, അർഷാദ്, ഗായത്രി. ഇത് ഫുൾ ആയിട്ടല്ല പാസ് ചെയ്യുന്നത്, അതിന്റെ കീ വാല്യൂസ് മാത്രമാണ് പാസ് ചെയ്യുന്നത്. അത് അറിയാൻ വേണ്ടി ഞാൻ ഇവിടെ എന്ത് ചെയ്യണം? പ്രിന്റ് ചെയ്യണം. അതേഴ്സിന് എന്ത് ചെയ്യണം? ഞാൻ ഇവിടെ പ്രിന്റ് ചെയ്ത് കാണിക്കാം. ഓക്കെ, എന്താണെന്ന് അറിയത്തില്ല. എക്സിറ്റ്, ക്ലോസ്. അപ്പൊ എന്റെ ഫയലിന്റെ പേര് gp.py ആണ്. അപ്പൊ പൈതൺ gp.py. ഓക്കെ, ആദ്യത്തെ സെന്റൻസ് പ്രിന്റ് ചെയ്ത് കാണിച്ച് കണ്ട. ഇവിടെ വരാൻ നേരത്ത് കണ്ടോ? അമല്, അനശ്വര, ഗോപിക, അർഷാദ്, ഗായത്രി. ഓക്കെ, അല്ലാതെ ഒരിക്കലും ഇത്രയും ഐറ്റംസ് ആയിട്ടല്ല വരുന്നത്. അതാണ് വരണ്ടെങ്കിൽ ഡോട്ട് ഐറ്റംസ് എന്ന് കൊടുക്കുക. ഡോട്ട് ഐറ്റംസ് എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇതേപോലെയാണ് വരുന്നത്. ഒരു ട്യൂപ്പിളിനകത്ത് എന്തായിരിക്കും? കീ വാല്യൂ പെയർ ആയിട്ട് എനിക്ക് ഔട്ട്. കാരണം ഇത് ഡിക്ഷണറിയിലെ ഒരു ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആണ്. നിങ്ങൾ പൈത്തണിലെ ഡോക്യുമെന്റേഷനിൽ പോയി നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് വേണ്ടത് കീയും അതിന്റെ കറസ്പോണ്ടിങ് വാല്യൂ അല്ല. നമുക്ക് എന്താണ് വേണ്ടത്? കീ മാത്രം മതി. എന്നുവെച്ചാൽ ഓരോ യൂസറിന്റെ പേര് മാത്രം. ഈ രണ്ടാമത് ഞാൻ ചെയ്യാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യണം? ട്രാവൽ ചെയ്യണം. ഈ ഓരോ പേഴ്സണായിട്ട് ട്രാവൽ ചെയ്യണം. പക്ഷെ എനിക്ക് എല്ലാവരുമായിട്ട് ട്രാവൽ ചെയ്യണ്ട. ആരെ ഫ്രണ്ടിന് വേണ്ടിയാണ് സജഷൻ? ഇപ്പൊ അമലിന് ആരൊക്കെ സജഷൻ ആയിട്ട് വരും, അതാണ് എന്റെ ഫോക്കസ്. അപ്പൊ അമലിനെ ട്രാവൽസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അമലിന്റെ ഫ്രണ്ടിനെയാണ് നമ്മൾ സജഷൻ നോക്കുന്നത്. അമലിന് അടുത്ത ആര് സജഷൻ ആയിട്ട് വരും, അല്ലെങ്കിൽ അടുത്ത ഏത് മ്യൂച്വൽ ഫണ്ട് ആയിട്ട് വരും. അപ്പൊ ഏത് യൂസറിനെയാണോ നമ്മൾ ആ ഒരു സജഷൻ അല്ലെങ്കിൽ അടുത്ത നെയ്ബർ കണ്ടുപിടിക്കാനുള്ള അവരെ ലിസ്റ്റ് നിന്ന് ഒഴിവാക്കണം. അവരെ ലിസ്റ്റ് നിന്ന് ഒഴിവാക്കുകയും ചെയ്യണം. അതേപോലെ അമല് ഫോളോ ചെയ്യുന്ന ആൾക്കാർ, അമല് ഡയറക്റ്റ് ആയിട്ട് ആരെ ഫോളോ ചെയ്യുന്നുണ്ട്? അനശ്വരേനെ, ഗോപികനെ ഒഴിവാക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അമല്, അനശ്വര, ഗോപിക ഈ മൂന്ന് പേരെ നമ്മൾ എന്ത് ചെയ്യണം? ലൂപ്പിൽ നിന്ന് അവോയ്ഡ് ചെയ്ത് കളയണം. അവരെ മാത്രം കറങ്ങാം. മീൻസ് അമൽ ആരെയൊക്കെ ഫോളോ ചെയ്യുന്ന അറിയണം. അമല് അനശ്വരേനെ, ഗോപികനെ ഫോളോ ചെയ്യുന്നു, അത് അറിയണം. അതേപോലെ ഗോപിക, അനശ്വര, ഗായത്രിനെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ അമൽ ആരെയൊക്കെ ഫോളോ ചെയ്യുന്നു അതും അറിയണ്ട. അതേപോലെ അമല് ഫോളോ ചെയ്യുന്ന ആൾക്കാര് അനശ്വരെ, ഗോപിക അവരും ആരെ ഫോളോ ചെയ്യുന്ന അറിയണം. അപ്പൊ ഈ മൂന്ന് സ്റ്റേറ്റ്മെന്റ് നമ്മൾ എന്ത് ചെയ്യണം? ലൂപ്പിൽ നിന്ന് എടുത്ത് കളയണം. അപ്പൊ അതിനു വേണ്ടി ഒരു കണ്ടീഷനാണ് എഴുതാൻ പോകുന്നത്. ഇഫ് അതേഴ്സ് നോട്ട് ഈക്വൽ ടു യൂസർ ആണെങ്കിൽ, അതേപോലെ ആൻഡ് അതേഴ്സ് നോട്ട് ഇൻ ഗ്രാഫ് ഓഫ് യൂസർ. ഓക്കെ, അപ്പൊ ഗ്രാഫ് ഓഫ് യൂസർ എന്ന് വരാൻ നേരത്ത് ഞാൻ അതൊന്ന് ഡീബഗ് ചെയ്ത് കാണിച്ചു തരാം. ഞങ്ങളുടെ പ്രിന്റിനകത്ത് കൊടുക്കുകയാണ് ഗ്രാഫ് ഓഫ് യൂസർ. ഇത് നമ്മളെ ഡിക്ഷണറി. ഈ ഡിക്ഷണറിക്കകത്ത് ഒരു കീ പാസ് ചെയ്യണം. അതാണ് യൂസർ. ആൾറെഡി നമ്മളെ യൂസർ എന്താണ്? അമലാണ്. അപ്പൊ അമൽ എന്നുള്ള കീയിലുള്ള വാല്യൂ അനശ്വര, ഗോപി അത് ഇവിടുന്ന് പ്രിന്റ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ഒന്ന് ക്ലിയർ ചെയ്യാണ്, റൺ ചെയ്യണം. കണ്ട, ഗോപിക, അനശ്വര. ഓക്കെ, കമന്റ് ചെയ്യാണ്, ഇത് അൺകമന്റ് ചെയ്യാണ്. അപ്പൊ ഇവിടെ വരാൻ നേരത്ത് നോക്കാം. അപ്പൊ ആരെയൊക്കെയാണ് എനിക്ക് ഒഴിവാക്കാനുള്ള? അമല്, അനശ്വര, ഗോപികയാണ് ഒഴിവാക്കാനുള്ളത്. അപ്പൊ ആദ്യത്തെ കണ്ടീഷൻ എന്ന് വെച്ചാൽ അതേഴ്സ് നോട്ട് ഈക്വൽ ടു യൂസർ. യൂസർ എന്ന് പറയുമ്പോൾ അമല്. അമൽ നോട്ട് ഈക്വൽ ടു അമല്. അപ്പൊ ആദ്യത്തെ കേസിൽ ശരിയായി. അല്ല, ആദ്യത്തെ കേസിൽ തെറ്റി. കാരണം ഇവിടെ അമല് വന്ന് ഇവിടെ അമല് വന്നു. കാരണം ഗ്രാഫ് ഫസ്റ്റ് കറങ്ങാൻ നേരത്ത് വരുന്ന വാല്യൂ ഏതാണ്? അമൽ. ആ അമലാണ് അതേഴ്സിനകത്ത് ഇരിക്കുന്നത്. അപ്പൊ അമൽ നോട്ട് ഈക്വൽ ടു അമൽ.
ഫാൾസ് ആണ് കേട്ടാ. നോട്ട് ഈക്വൽ ടു വരാൻ നേരത്ത് ഫാൾസ് ആണ് വരുന്നത്. കാരണം ഇവിടെ ഒരിക്കലും സെയിം വില വരാൻ പാടില്ല. അപ്പൊ ഇതും ഫാൾസ് ആയി. ഇനി ഇവിടെ ഒരു ആൻഡ് ഓപ്പറേറ്റർ ആണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പൊ ആൻഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുമ്പോൾ ഇവിടെയും ശരിയായിരിക്കണം, ഇവിടെയും ശരിയായിരിക്കണം. ആൾറെഡി ഒരു സൈഡ് ശരിയല്ല. സോ അപ്പുറത്തെ സൈഡ് ശരിയായാലും തെറ്റായാലും വ്യത്യാസം വരുന്നില്ല. എന്നാലും നോക്കാം. ഇവിടെ അതേഴ്സ് നോട്ടിനാണ്. നോട്ടിന് എന്ന് പറയുമ്പോ നമ്മൾ കൊടുക്കുന്ന ലിസ്റ്റോ ഡിക്ഷണറിയോ സെറ്റിലോ അതിനകത്ത് ആ വില വരാൻ പാടില്ല. ഇൻ ഓപ്പറേറ്റർ ആണെങ്കിൽ വില ഉണ്ടെങ്കിൽ ട്രൂ എന്ന് കാണിക്കും. നോട്ട് ഇൻ ആണെങ്കിൽ വില ഇല്ലെങ്കിൽ മാത്രമേ ട്രൂ എന്ന് കാണിക്കത്തുള്ളൂ. അപ്പൊ അതേഴ്സ് നോട്ട് ഇൻ. അപ്പൊ അതേഴ്സിനകത്ത് ഇരിക്കണ എന്താണ്? അമലാണ്. അമൽ നോട്ട് ഇൻ ഗ്രാഫ് ഓഫ് യൂസർ. ഗ്രാഫ് ഓഫ് യൂസർ എന്ന് പറയുമ്പോ ഇതിന്റെ അകത്ത്. അപ്പൊ നമുക്ക് ട്രൂ എന്ന് കിട്ടും. പക്ഷെ ട്രൂ എന്ന് കിട്ടിയിട്ടും കാര്യമില്ല. ഇവിടെ ഫാൾസ് ആയി. ആൻഡ് ഓപ്പറേറ്റർ ആകുമ്പോ ഇവിടെയും ട്രൂ ആയിരിക്കണം. രണ്ട് സൈഡും ട്രൂ ആയാൽ മാത്രമേ ഇഫിന്റെ അകത്ത് കയറത്തുള്ളൂ. ഓക്കെ. അപ്പൊ ഈ ഒരു കണ്ടീഷന്റെ അകത്ത് അമല്, അനശ്വര, ഗോപിക ഇത്രയും പാർട്ട് സ്കിപ്പ് ചെയ്ത് കളയും. അത് നിങ്ങൾ ബുക്കിൽ വരച്ച് ഓരോന്ന് നോക്കിയാൽ മതി. ഇപ്പൊ അമലിന്റെ കേസായി. അമലിന്റെ കേസായിട്ട് വീണ്ടും ലൂപ്പ് കറങ്ങി. ലൂപ്പിൽ കറങ്ങുമ്പോൾ ആരാവും? അനശ്വര ആയിരിക്കും അതേഴ്സിനകത്ത് വരുന്നത്. അനശ്വര നോട്ട് ഈക്വൽ ടു അമൽ. ശരിയാണ്. പക്ഷെ ഇവിടെ ആൻഡ് ഓപ്പറേറ്റർ ആണ് ഇരിക്കുന്നത്. അനശ്വര നോട്ട് ഇൻ ഗ്രാഫ് യൂസർ. യൂസർ എന്ന് പറയുമ്പോ ആരാണ്? അമല്. ഇവിടെ അനശ്വര ഉണ്ട്. ഇന്നാണെങ്കിൽ ട്രൂ ആയിരിക്കും. നോട്ട് ഇൻ എന്ന് പറയുമ്പോ ഫാൾസ് ആയിരിക്കും പറയുന്നത്. കാരണം അനശ്വര അവിടെ പ്രസന്റ് ആവാൻ പാടില്ല. പ്രസന്റ് ആയതുകൊണ്ട് എന്തായി? ഇത് ഫാൾസ് ആയി. അപ്പൊ ഇവിടെ ട്രൂ ആയിപ്പോയി. കാരണം അനശ്വര നോട്ട് ഈക്വൽ ടു അമൽ ട്രൂ ആണ്. പക്ഷെ ഇവിടെ വരാൻ നേരത്ത് അനശ്വര നോട്ട് ഗ്രാഫ് ആണ്. ആ ഗ്രാഫിൽ ഒരിക്കലും അനശ്വര വരാൻ പാടില്ലായിരുന്നു. പക്ഷെ എന്തായി? അതിനകത്ത് വന്നു. വീണ്ടും ലൂപ്പ് ഇറങ്ങി. ലൂപ്പ് ഇറങ്ങാൻ നേരത്ത് അടുത്ത വില ആരെടുക്കും? ഗോപിക എടുക്കും. ഗോപിക നോട്ട് ഈക്വൽ ടു അമൽ. കറക്റ്റ് തന്നെ. ശരി. ചാൻഡ് വരാൻ നേരത്ത് അതേഴ്സ് നോട്ട് ഇൻ ഗ്രാഫ്. അപ്പൊ ഗോപിക ഏതി വരാൻ പാടില്ല? യൂസർ എന്ന് പറഞ്ഞ അമൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗ്രാഫിനകത്ത് വരാൻ പാടില്ല. പക്ഷെ വന്നു. അപ്പൊ എന്തായി? ഇത് ഫാൾസ് ആയി. സോ വീണ്ടും ലൂപ്പ് കറങ്ങി. ഗ്രാഫിലെ അടുത്ത വാല്യൂ എടുത്ത് അർഷാദ്. അർഷാദ് വരാൻ നേരത്തെ ഈ ഒരു ഇഫിനകത്ത് കയറും. അർഷാദും ഗായത്രിയും വരാൻ നേരത്തെ ഈ ഇഫിനുള്ളിൽ കയറും. നോക്കാം. അർഷാദ് നോട്ട് ഈക്വൽ ടു യൂസർ. ശരി തന്നെ. കാരണം രണ്ട് സൈഡ് ഈക്വൽ അല്ല. ഇപ്പൊ ട്രൂ ആയി. ഇനി ആൻഡ്. അർഷാദ് നോട്ട് ഇൻ ഗ്രാഫ് ഓഫ് യൂസർ. ശരി, ഗ്രാഫ് ഓഫ് യൂസർ എന്ന് പറയുമ്പോൾ അമല്. അമലിന്റെ അകത്ത് അർഷാദ് എന്ന വില വരാൻ പാടില്ല. ഇല്ല. ഈ ഒരു അമൽ എന്ന് പറഞ്ഞ ഗ്രാഫിന്റെ അകത്ത് ആരെയൊക്കെ ഫോളോ ചെയ്തിട്ടുള്ളു? അനശ്വരയും ഗോപിനെയും ഫോളോ ചെയ്തിട്ടുള്ളു. അതേഴ്സ് എന്ന് പറഞ്ഞാൽ അർഷാദ് ഇല്ല. അപ്പൊ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇഫിന്റെ അകത്ത് കയറിയിട്ട് ഒരു പുതിയൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം. ആ വേരിയബിളിന്റെ പേര് കോമൺ. എന്നിട്ട് ചെയ്യാളെന്ന് വെച്ച് കഴിഞ്ഞാൽ അമലിലും കോമൺ ആയിട്ടുള്ള വ്യക്തിയും മീൻസ് അമലിനും കോമൺ ആയിട്ടുള്ള ഫോളോവറും അതേപോലെ അർഷദിലും കോമൺ ആയിട്ടുള്ള ഫോളോവറിനെ നമ്മൾ ഈ ഒരു വേരിയബിളിനകത്ത് സ്റ്റോർ ചെയ്യണം. അമലിലും കോമൺ ആയിട്ടുള്ള വ്യക്തിയും അതേപോലെ അർഷദ് ഫോളോ ചെയ്യുന്ന ഒരു കോമൺ ആയിട്ടുള്ള വ്യക്തിയും നമ്മൾ എവിടെ പോയി സ്റ്റോർ ചെയ്യണം? ഈ കോമണിലോട്ട് വന്ന് സ്റ്റോർ ചെയ്യണം. അതിനുവേണ്ടി ഞാൻ എഴുതിയാണ് ഗ്രാഫ് ഓഫ് യൂസർ. ഗ്രാഫ് ഓഫ് യൂസർ എന്ന് എഴുതാൻ നേരത്തെ എനിക്ക് എന്ത് കിട്ടും? ഈ വരെ കിട്ടും. അനശ്വര ഗോപിക എന്ന് എഴുതും. എന്നിട്ട് ഡോട്ട് ഇന്റർസെക്ഷൻ. ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞൊരു മെത്തേഡ് ആണ്. ആ മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രണ്ട് സെറ്റിന്റെയും കോമൺ ആയിട്ടുള്ള വാല്യൂസ് നമുക്ക് ഫെച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഇന്റർസെക്ഷനകത്ത് എന്ത് പാസ് ചെയ്യണം? എനിക്ക് ആരെ പാസ് ചെയ്യണം? അർഷദിന്റെ വാല്യൂ. അർഷദ് എന്ന കീയുടെ വാല്യൂ പാസ് ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യണം? എന്റെ ഡിക്ഷണറിയുടെ പേര് ഗ്രാഫ്. അർഷദിന്റെ വില കിട്ടാൻ വേണ്ടി സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ഏതിനകത്ത് കിടപ്പുണ്ട്? അതേഴ്സിനകത്ത് വില ഇവിടെ കൊണ്ടുവയ്ക്കും. ഇതെല്ലാം ഇമാജിനേഷൻ ചെയ്ത് നോക്കണം. അല്ലെങ്കിൽ വരച്ചെടുക്കണം കേട്ടോ. പിന്നെ ഇപ്പൊ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാത്തത് അത്രയും ടൈം എടുക്കും. എന്നിട്ട് ഇനി ഞാൻ ഒരു കണ്ടീഷൻ എഴുതുകയാണ്. ഇനി നമ്മളെ കോമണിന്റെ അകത്തൊരു വില ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ആ വില എവിടെ പോയി സ്റ്റോർ ചെയ്യണം? എന്റെ ഈ സജക്ഷൻ എന്നുള്ള ഡിക്ഷണറി കൊണ്ട് സ്റ്റോർ ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യണം? സജക്ഷൻ അതൊരു ഡിക്ഷണറിയാണ്. അപ്പൊ ഡിക്ഷണറിക്കകത്ത് ഇവിടെ അർഷദിലും അമലിലും കോമൺ ആയിട്ട് ആരാണ് പറയുന്നത്? അനശ്വര.
അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഡിക്ഷണറിക്കകത്ത് കീ ആയിട്ട് പാസ് ചെയ്യണം. അതേഴ്സ്. അപ്പൊ അർഷദിലും അമലിലും കോമൺ ആയിട്ട് ആരാണുള്ളത്? അനുഷർ. അപ്പൊ എന്ത് ചെയ്യും? കോമൺ. അപ്പൊ എനിക്ക് എന്റെ സെലക്ഷന്റെ അകത്ത് ഏതാണ്ട് ഇതേപോലത്തെ റിസൾട്ട് ആണ് കിട്ടുന്നത്. സജക്ഷൻ റിവേഴ്സിന്റെ അകത്ത് ആദ്യത്തെ കീ അർഷാദ്. അർഷാദ് കോമൺ ആയിട്ട് ഫോളോ ചെയ്യുന്നതാണ്. അർഷാദ് ഞാനും കോമൺ മീൻസ് അമലും കോമൺ ആയിട്ട് ഫോളോ ചെയ്യുന്ന ആളാരാണ്? അനശ്വര. ആദ്യത്തെ ഒരാളെ കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? അത് പ്രിന്റ് ചെയ്യണം. പ്രിന്റ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? പ്രിന്റ് ടെംപ്ലേറ്റ് സ്ട്രിങ്ങിന്റെ അകത്ത് സജസ്റ്റ് അതാണ്. അപ്പൊ സജസ്റ്റ് അർഷദ് എന്ന് പറഞ്ഞ് വരും. എന്നിട്ട് കോമൺ ഫ്രണ്ട്സ്. ഓക്കെ. ചില കേസിന്റെ അകത്ത് ഇത് 2 സെറ്റാണ് കമ്പയർ ചെയ്ത് നോക്കണം. അപ്പൊ 2 സെറ്റിന്റെ അകത്ത് 2 വാല്യൂസ് കോമൺ ആയിട്ടുണ്ടെങ്കിൽ അത് എടുത്തിട്ട് എവിടെ പോയി സ്റ്റോർ ആക്കും? ഇവിടെ പോയി സ്റ്റോർ ആക്കും. ഇപ്പൊ ഈ 2 സെറ്റിന്റെ അകത്ത് ഒരു വാല്യൂ മാത്രമേ കോമൺ ആയിട്ട് വന്നിട്ടുള്ളൂ. അനശ്വര. ഓക്കെ. ഇപ്പൊ നമ്മൾ ഗായത്രിയുടെ കേസ് ഇപ്പൊ നമ്മളെ യൂസർ ഗായത്രി ആണെങ്കിൽ കോമൺ ഫ്രണ്ട്സ് 2 വാല്യൂസ് ആയിരിക്കും വരുന്നത് ഒരേ സമയത്ത്. അപ്പൊ ആ സമയത്തുള്ള എറർ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണം? ഒരു ജോയിനും കൂടി ആഡ് ചെയ്യും. ഒരു കോമ ഇട്ടിട്ട് സ്പേസ് ഇട്ടിട്ട് ഡോട്ട് ജോയിൻ കോമ. അപ്പൊ ഇത് പ്രിന്റ് ചെയ്യണം എങ്ങനെയാണ്? സജസ്റ്റ് അർഷദ് കോമൺ ഫ്രണ്ട് അനശ്വര. ഓക്കെ. അപ്പൊ ഇവിടെ വെച്ച് നേരെ എന്ത് ചെയ്യും? കഴിയും. എന്നിട്ട് നേരെ ലൂപ്പ് ഒന്നും കൂടി കറങ്ങും. ഇനി അവസാനത്തെ വാല്യൂ ആയിട്ടുള്ള ഗായത്രി. ഗായത്രി ആണ് അതേഴ്സിനകത്തിരിക്കുന്നത്. അതേഴ്സ് ഗായത്രി ഇസ് നോട്ട് ഈസ് ഈക്വൽ ടു അമൽ. ശരിയാണ്. ഗായത്രി നോട്ട് ഇൻ ഗ്രാഫ് ഓഫ് അമൽ. അമലിന്റെ ഗ്രാഫിന്റെ അകത്ത് ആരില്ല? ആ വാല്യൂക്കകത്ത് ഗായത്രി ഇല്ല. അവിടെ അനശ്വരയും ഗോപികയുള്ളൂ. അപ്പൊ നേരെ വരും. എന്നിട്ട് എന്ത് ചെയ്യും? ഈ 2 ഗ്രാഫ് എടുക്കും. അമലിന്റെ ഗ്രാഫ് ഓഫ് അമലും അത് കണക്കിന് ഇന്റർസെക്ഷൻ യൂസ് ചെയ്തിട്ട് ഗ്രാഫ് ഓഫ് അതർ എന്ന് പറയുമ്പോൾ ഗായത്രി. അപ്പൊ അപ്പൊ അമലിന്റെയും ഗായത്രിയുടെയും എടുക്കാൻ നേരത്ത് കോമൺ ആയിട്ട് ആരാണ് വരുന്നത്? ഗോപികയാണ് വരുന്നത്. വരുന്ന ആള്. അപ്പൊ അതിൽ കോമൺ ആയിട്ട് വരുന്ന ആൾ എവിടെ പോയി സ്റ്റോർ ആവും? കോമൺ ആയിട്ട് സ്റ്റോർ ആവും. ഈ വേരിയബിളിനകത്ത് സ്റ്റോർ ആവും. എന്നിട്ട് ഇഫിന്റെ അകത്ത് വരും. കോമണിനകത്ത് വില ഉണ്ടാന്ന് നോക്കും. വില ഉണ്ടെങ്കിൽ ഈ ഇഫിന്റെ അകത്ത് കയറും. എന്നിട്ട് എന്ത് ചെയ്യും? വീണ്ടും അടുത്തൊരു ഡിക്ഷണറി ആയിട്ട് ഇവിടെ സ്റ്റോർ ചെയ്യും. എങ്ങനെ സ്റ്റോർ ചെയ്യണത്? ഗായത്രി. കീയുടെ വില ഗായത്രി. കോമൺ ആയിട്ട് വരുന്ന ഫ്രണ്ടിന്റെ വില ആരാണ്? ഗോപിക. താഴെ എന്ത് കാണിക്കും? സരഷൻ ഗായത്രി കോമൺ ഫ്രണ്ട് ഗോപിക. ഇത്രയേ ഉള്ളു. പിന്നെ ഈ ഫംഗ്ഷൻ വിളിക്കുമ്പോൾ ഈ വില എനിക്ക് റിട്ടേൺ ചെയ്യാം ഫ്യൂച്ചർ യൂസിന് വേണ്ടി. ഇപ്പൊ ഞാൻ എല്ലാ ഇഫിന്റെയും വെളിയിറങ്ങുന്നു. ഫോർ ലൂപ്പിന്റെ വെളിയിറങ്ങിയിട്ട് റിട്ടേൺ എന്റെ സജഷൻ ഫ്രണ്ട്സ് ഒക്കെ എവിടെ ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്? ഈ ഒരു വേരിയബിളിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു വില റിട്ടേൺ ചെയ്താൽ മതി. നമുക്ക് പ്രോഗ്രാം ഒന്ന് ക്ലിയർ ചെയ്തിട്ട് റൺ ചെയ്ത് നോക്കാം. ഇതിനകത്ത് ഒരു എറർ വന്ന് അത് ഇന്റർസെക്ഷന്റെ അവിടെയാണ്. സ്പെല്ലിംഗ് തെറ്റായിരിക്കും. സെക്ഷൻ ഒന്നുകൂടി ഒന്ന് റൺ ചെയ്ത് നോക്കാം. ക്ലിയർ ചെയ്ത് നോക്കിയിട്ട്. ഓക്കെ. അമലിന്റെ സജഷൻ ആണ് വരുന്നത്. ഒരു സജഷൻ അർഷാദ് ഗായത്രി. എന്തുകൊണ്ട് അർഷാദിനെ ഗായത്രിനെ സജസ്റ്റ് ചെയ്തതിന്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമൺ ഫ്രണ്ട് അനശ്വരയുടെ അമലിന്റെ കോമൺ ഫ്രണ്ട് ആണ് അർഷാദും. അതേപോലെ അമലിന്റെ ഗോപികിന്റെ കോമൺ ഫ്രണ്ട് ആണ് ഗായത്രി. ഓക്കെ. ജസ്റ്റ് നിങ്ങൾ ബുക്കിൽ വെച്ചൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. പിന്നെ എന്താണ് ഞാൻ ഇവിടെ ഈ ഒരു ജോയിൻ കൊടുത്തതിന് റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ അവിടെ അമലിന് പകരം ഗായത്രിയുടെ കോമൺ ഫ്രണ്ട്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഗായത്രിയുടെ കോമൺ ഫ്രണ്ട്സ് ഒന്ന് അമലും ഒന്ന് അനശ്വര. അപ്പോൾ ഇവിടെ നന്നായിട്ട് കണ്ട അർഷാദ് ഗോപിക. എന്നിട്ട് പിക്ചറൊക്കെ കണ്ടുപിടിക്കാം. അപ്പൊ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ ഇത് കൊടുത്തത്.